ലാലേട്ടൻ എങ്ങനെയാ നടക്കുക? ഇങ്ങനെ എന്തോ നടക്കുമല്ലോ, തോള് ചരിച്ച്. ഹലോ, എന്റെ ഐഡിയ പോയി, നിന്റെ ഐഡിയ നിന്നെ ഞാൻ കൊന്നേനെ. തന്റെ ക്യൂട്ട്നെസ് കൊണ്ടും സംസാരം കൊണ്ടും സോഷ്യൽ മീഡിയയിൽ വൈറലായ നന്ദൂട്ടി എന്ന് പറയുന്ന കൊച്ചു പെൺകുട്ടിയെ എല്ലാവർക്കും അറിയുമായിരിക്കും അല്ലെ? എന്നാൽ കേട്ടോട് നന്ദൂട്ടി പേരലാണ്. പേരലാക്കിയത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ലാലേട്ടൻ ഫാൻസ് ആണെന്നാണ് പറയപ്പെടുന്നത്. പറഞ്ഞത് വേറെ ആരുമല്ല, നന്ദൂട്ടിയുടെ അമ്മ തന്നെയാണ് അങ്ങനെ പറഞ്ഞത്. എന്താണ് കാരണം? ഈ അടുത്ത് വെറൈറ്റി മീഡിയ നന്ദൂട്ടിയെ വെച്ചൊരു ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഇന്റർവ്യൂ എന്തൊക്കെയാ ഭയങ്കരമായിട്ട് വൈറലായെന്ന് മാത്രമല്ല നന്നായിട്ട് വിവാദവുമായി. പ്രത്യേകിച്ച് നന്ദൂട്ടി ലാലേട്ടനെ കുറിച്ച് പറയുന്ന ഭാഗവും അതുപോലെ തന്നെ പോടാ പട്ടി എന്ന് വിളിക്കുന്ന ഭാഗവുമാണ് ആൾക്കാർ വിവാദമാക്കിയത്. അപ്പൊ നമുക്ക് വെറൈറ്റി മീഡിയയിൽ വന്ന ഇന്റർവ്യൂടെ ചില രസകരമായിട്ടുള്ള ഭാഗങ്ങളൊന്ന് കണ്ടു നോക്കാം. ലാലേട്ടൻ എങ്ങനെയാ നടക്കുക? ഇങ്ങനെ എന്തോ നടക്കുമല്ലോ, തോള് ചരിച്ച്. നോക്ക് ഈ ഫോട്ടോ നോക്ക്. ഹലോ, എന്റെ ഐഡിയ പോയി, നിന്റെ ഐഡിയ നിന്നെ ഞാൻ കൊന്നേനെ പട്ടി. നല്ല രസമുണ്ടല്ലേ കണ്ടിരിക്കാൻ. എനിക്ക് ഏറ്റവും ചിരി വന്നത് ലാലേട്ടനെ കുറിച്ച് പറഞ്ഞ ഭാഗങ്ങളാണ്. ഈ ഇന്റർവ്യൂ മുഴുവനും നന്ദൂട്ടിയുടെ തക്കുകളെ കൊണ്ട് ഒരു കളി ആയിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. ഇതിലെ ചില ഷോർട്ട് ക്ലിപ്പുകളൊക്കെ കോടിക്കണക്കിന് ആൾക്കാരാണ് കണ്ടത്. ചെറിയ കുഞ്ഞുങ്ങൾ എന്ത് കാണിച്ചാലും ആസ്വദിക്കുന്നവരാണ് നമ്മളെല്ലാവരും അല്ലെ? അപ്പൊ പിന്നെ നന്ദൂട്ടിയെ പോലെ നല്ല ക്യൂട്ടായി തക്കടിക്കുന്നവരെ ആളുകൾ ഏറ്റെടുത്തില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. കുട്ടികളോട് എല്ലാവർക്കും ഒരു പ്രത്യേക ഇഷ്ടമാണല്ലോ. യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ട് നന്ദൂട്ടിക്ക്. ചാനൽ നിയന്ത്രിക്കുന്നതും കണ്ടന്റ് ഉണ്ടാക്കുന്നതും ഒക്കെ നന്ദൂട്ടിയുടെ അമ്മയാണ്. കൊളാബും പ്രൊമോഷൻസും ഒക്കെ ആയിട്ട് ഈ ചെറിയ പ്രായത്തിൽ തന്നെ നന്ദൂട്ടി നല്ലോണം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ. അങ്ങനെ ഈ വെറൈറ്റി മീഡിയയിൽ വന്ന ഇന്റർവ്യൂ മെജോറിറ്റി ഓഫ് ആളുകളും നന്നായി ആസ്വദിച്ചു എന്നുള്ളതാണ്. എന്നാൽ കുറച്ച് ആളുകൾക്ക് ഇത് വല്ലാണ്ടങ്ങ് ഇഷ്ടപ്പെട്ടില്ല. ആർക്കാണ് ഇഷ്ടപ്പെടാത്തത് എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ. ഇവർ നന്ദൂട്ടിക്കെതിരെ മോശം കമന്റുകൾ ഇട്ടു എന്നുള്ളതാണ് അമ്മ പറയുന്നത്. നമുക്ക് എന്തായാലും നന്ദൂട്ടിയുടെ അമ്മക്ക് പറയാനുള്ളതൊന്ന് കണ്ടുനോക്കാം. ഇൻസ്റ്റാഗ്രാമില് നന്ദൂട്ടന്റെ വീഡിയോസിൽ ഒരു ബാഡ് കമന്റ്സ് പോലും അതിനകത്തില്ല. പിന്നെ അടുത്ത് യൂട്യൂബിലും ബാഡ് കമന്റ്സ് ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ അവർ ഫേസ്ബുക്കിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. വീഡിയോ ഇട്ടപ്പോഴത്തേക്കും ഒരുപാട് പേര്, നന്ദൂട്ടനെ അറിയാവുന്ന ഒരുപാട് പേര് അതിനകത്ത് കയറി നമ്മുടെ നന്ദൂട്ടൻ അല്ലെങ്കിൽ എന്ത് ക്യൂട്ടാ, നോർമലി നമ്മുടെ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ നിങ്ങളൊക്കെ പറയുന്നത് പോലെ അവൾ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ വളരെ രസകരമായിട്ട് ആൾക്കാരത് നെഞ്ചിലേക്ക് കയറ്റി അതിനുള്ള ഒരു മറുപടി ആയിട്ട് വളരെ ക്യൂട്ടായിട്ടുള്ള കമന്റ്സുകൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ കൂട്ടത്തിൽ കുറച്ച് പേര് ലാലേട്ടന്റെ ഫാൻസ് ആണെന്ന് പറഞ്ഞ കുറച്ച് പേര് ഭയങ്കരമായിട്ട് ഇഷ്യൂ ഉണ്ടാക്കുന്നു. ഇപ്പൊ കുഞ്ഞെന്ന് വെച്ചാൽ അവളുടെ ഒരു 3 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ അവൾക്ക്. അപ്പൊ അവൾക്ക് ലാലേട്ടൻ ആരാണെന്നോ അല്ലെങ്കിൽ ടിവിയിലും ബിഗ് ബോസിലൊക്കെ കണ്ടിട്ടുള്ള ഒരാൾ, അതാണ് നന്ദൂട്ടന്റെ ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി. ഇപ്പം ലാലേട്ടന്റെ ഒരു ഫിലിമിൽ ലാലേട്ടനുണ്ട്. അടുത്ത് കുറച്ച് ഓൾഡ് ആയിട്ടുള്ള ഒരു ഫിലിമിൽ അത് ആരാ മോളെന്ന് ചോദിച്ചാൽ അവൾക്ക് അത് അറിയത്തില്ല. കാരണം ഇപ്പോഴത്തെ പ്രായം എന്ന് വെച്ചാൽ അവളുടെ അതാണ്. എല്ലാം അങ്ങ് ഗ്രഹിച്ചെടുക്കാനും അല്ലെങ്കിൽ നമ്മൾ ഓരോന്ന് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അതങ്ങ് അതേപോലെ അങ്ങ് പഠിച്ച് പറയാനുള്ള അതിനുള്ള മൈൻഡ് ആയിട്ടില്ല അവൾക്ക്. അവള് കുട്ടിയാണ്. അപ്പൊ ആ കുഞ്ഞ് ഇതുപോലെ ലാലേട്ടൻ എങ്ങനെ നടക്കുന്ന മോളെന്ന് ചോദിച്ചപ്പോൾ അവളെന്തോ ചെരുപ്പ് കൊണ്ട് കാല് കൊണ്ട് നടക്കുന്നു അങ്ങനെ ഒരു ഇത് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്തുവാണെന്ന് ചോദിച്ചപ്പം അടുത്ത ഒരു പാരഗ്രാഫുകൾ പറഞ്ഞല്ലോ, ചരിഞ്ഞ് നടക്കുന്നത് ഇങ്ങനെ അവതാരിക കറക്കിയും തിരിച്ചും മറിച്ചും ഒക്കെ ചോദിച്ചു. കുഞ്ഞിൻ്റെതായിട്ടുള്ള രീതിയിൽ അതിനുള്ള മറുപടി കൊടുത്തു. അപ്പൊ കുറച്ച് പേര് 3 വയസ്സ് പ്രായമുള്ളതാണെന്ന് പോലും നോക്കാതെ ആ കുഞ്ഞിനെതിരെ വന്ന കമന്റ്സുകൾ കാണണം. ഒരുപാട് നെഗറ്റീവ് കമന്റ്സും. എന്തൊക്കെയാണ് കുഞ്ഞിനെ പറയുന്നതെന്ന് എനിക്കറിഞ്ഞൂടാ. സത്യം പറഞ്ഞാൽ നമ്മുടെ സൊസൈറ്റി ഇത്രമാത്രം ഇതാണോ എന്ന് ചിന്തിച്ചു പോകുന്ന ഒരു കാര്യമാണ്. എന്തൊക്കെ നമുക്ക് നെഗറ്റീവ് അടിക്കാനുള്ള എന്തൊക്കെ വീഡിയോസും എന്തൊക്കെ സംഭവങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലുണ്ട്. അതൊന്നുമല്ല, ഒരു കൊച്ചുകുട്ടിയുടെ വായിന്ന് വന്ന ഒരു സംഭവം വലിയ സംഭവമായിട്ട് എടുത്തു വെച്ച് നെഗറ്റീവ് അടിക്കണം. അത് സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഇപ്പോൾ ലാലേട്ടൻ കണ്ട അദ്ദേഹം വളരെ എന്താ പറയുക, വളരെ സന്തോഷിച്ച് കോമഡി ആയിട്ട് സില്ലി ഒരു കാര്യമായിട്ട് ക്യൂട്ടായിട്ടുള്ള കുട്ടിയെന്ന് പറഞ്ഞു വിടത്തേ ഉള്ളൂ. പക്ഷേ ലാലേട്ടന്റെ ഫാൻസ് എന്ന് പറയുന്നവര് ഈ പറഞ്ഞ പോലെ എന്തോ ഭയങ്കര ഇതായിട്ട് എടുത്തു വെച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അമ്മ പറഞ്ഞ ഈ കമന്റുകൾ ഏതൊക്കെയാണെന്ന് അറിയണ്ടോ? 1-2 കമന്റുകൾ ഞാൻ വായിച്ചുതരാം. തന്തെല്ലായ്മത്തരം ആ കുട്ടിയെ പഠിപ്പിച്ച തയോളിക്ക് 1-2 വിരൽ നമസ്കാരം. അയ്യേ, വളരെ മോശമായി പോയി. ഇത്ര വലിയൊരു ലെജൻഡിനെ പബ്ലിക്കിൽ ഇൻസൾട്ട് ചെയ്തു. ഈ ചാനൽ നടത്തുന്നവരെ ഇത് പബ്ലിസിറ്റി ആക്കിയവർക്ക് വളരെ തരം താന്നവരായി പോയല്ലോ. കുട്ടിക്കോ ബുദ്ധിയില്ല, അതിനും വലിയ മന്ദബുദ്ധികളാണ് ഈ ചാനലിൽ ഉള്ളവർ. കൊച്ചു പിള്ളേരെ വെച്ച് ഇങ്ങനെ വൃത്തികേട് പറയണമെങ്കിൽ അത് സുഡാപ്പികൾക്ക് മാത്രമേ സാധിക്കൂ. ഈ കുട്ടിയുടെ വീട്ടിൽ എന്നും തെറിവിളിയാണെന്ന് തോന്നുന്നു. അച്ഛൻ അമ്മയെ പട്ടി എന്നും അമ്മ അച്ഛനെ നായി എന്നും ആയിരിക്കും വിളിക്കുന്നത്. അത് ഈ കുഞ്ഞ് കേട്ട് പഠിച്ചു, അത്ര മാത്രം. നല്ല സ്വഭാവം, വീട്ടിൽ പഠിപ്പിച്ചത് ഇമാതിരി ആയിരിക്കും. ചുട്ടയിലെ ശീലം ചുടല വരെ. നാട്ടുകാരെ കൊണ്ട് കോളനി വേണമെന്ന് പറയിപ്പിക്കരുത്. ഇപ്പൊ എങ്ങനെയുണ്ട്? കുട്ടികളൊക്കെ ആവുന്ന സമയത്ത് ചെറിയ പ്രായത്തിൽ ചില തെറിവാക്കുകളൊക്കെ പറയുന്നത് സ്വാഭാവികമാണ് അല്ലെ? അവർക്ക് അതിന്റെ അർത്ഥമോ അതല്ലെങ്കിൽ അതൊരു തെറിവാക്കാണോ എന്ന് പോലും അറിയില്ല എന്നുള്ളതാണ്. അവരുടെ
ചുറ്റുപാടിൽ നിന്ന് എന്താണ് കേൾക്കുന്നത് അതൊക്കെ പതുക്കെ പഠിച്ചെടുക്കുന്ന ഒരു പ്രായമാണ്. അതിൽ അവർക്ക് രസകരമായി തോന്നുന്ന വാക്കുകൾ അവർ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിൽ അച്ഛനും അമ്മയും പരസ്പരം വീട്ടിൽ തെറി വിളിക്കുന്നവരാണ്. അതുകൊണ്ടാണ് മോൾ അങ്ങനെ തെറി വിളിക്കുന്നത് എന്നൊക്കെ പറയുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല എന്നുള്ളതാണ്. ഈ പറയുന്നമാരുടെ വീട്ടിൽ ചെറിയ കുട്ടികളൊന്നും ഇല്ല എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. കുട്ടികളെ അടുത്തറിയുന്നവരൊന്നും ഇതൊക്കെ ഇത്ര വലിയ സംഭവമാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിപ്പോ കുട്ടികൾ എന്ത് പറഞ്ഞാലും ഊക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാരുണ്ട് അല്ലെ. കഴിഞ്ഞ ആഴ്ച ദേവനന്ദനൊക്കെ ആയിരുന്നു നോക്ക്. അന്ന് ആ കുട്ടി പ്രായത്തിൽ കവിഞ്ഞ മെച്യൂരിറ്റി കാണിച്ചു എന്ന് പറഞ്ഞായിരുന്നു ആൾക്കാരെ എറികേറ്റിയത്. അതായിരുന്നു ചിലരുടെയൊക്കെ പ്രശ്നം. ഇന്നിപ്പോ നന്ദൂട്ടി കുറച്ച് ക്യൂട്ട്നെസ് കൂടി പോയില്ല എന്ന് പറഞ്ഞിട്ടാണ് വേറെ ചിലരുടെ പ്രശ്നം. എന്തൊക്കെ തരം മനുഷ്യന്മാരാണ് അല്ലെ. ഇവരുടെയൊക്കെ ആറ്റിറ്റ്യൂഡിന് പിന്നിലുള്ള ബേസിക് സംഭവം എന്താണെന്ന് അറിയോ? തനി അസൂയ. 3-4 വയസ്സുള്ള കുഞ്ഞുങ്ങളോട് വരെ അസൂയുള്ള മനുഷ്യന്മാർ ഇഷ്ടം. എന്താ ഞാനിതിനൊക്കെ പറയാ. എന്തായാലും ഇതിനെ കുറിച്ച് അമ്മ പറയുന്നത് കേട്ടു നോക്കാം. അതുപോലെ തന്നെ പട്ടി എന്നൊരു വാക്ക് കുഞ്ഞതില് പറഞ്ഞിട്ടുണ്ട്. അതൊരു ചീത്ത വാക്കായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. പട്ടി എന്നൊരു വാക്ക് ചീത്ത വാക്കല്ല. പിന്നെ ഞങ്ങൾ ഇവിടെ പരസ്പരം ഭാര്യ ഭർത്താവിനെ പട്ടിയെന്ന് വിളിക്കുന്നോ അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയെ പട്ടിയെന്ന് വിളിക്കുന്നതോ അല്ല ഇവിടുത്തെ കാര്യം. ഞങ്ങൾ പരസ്പരം അങ്ങനെ തെറി പറഞ്ഞുകൊണ്ടുള്ള ഒരു അങ്ങനെയല്ല ഞങ്ങളെ ലൈഫ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ വഴക്ക് കൂടുന്നതും പിണങ്ങുന്നതും കുഞ്ഞിനെ വെച്ച് അല്ല അവള് കാണുന്ന ചീത്ത വിളി അങ്ങനെയുള്ള പരിപാടി ഞങ്ങൾക്കില്ല. അങ്ങനെ കുറെ കമന്റ്സ് ഇട്ടിട്ടുണ്ട്. അച്ഛൻ അമ്മയെ ചീത്ത വിളിക്കുന്നു, അമ്മ അച്ഛനെ ചീത്ത വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഈ പട്ടി എന്ന് പറഞ്ഞപ്പോ അതിന്റെ അകത്ത് കുറെ പേര് കമന്റ് ഇട്ടിട്ടുണ്ട്. പട്ടി എന്നുള്ളൊരു വാക്കൊരു ചീത്തയല്ല. പിന്നെ നന്ദൂട്ടിന്റെ വായിന്ന് അങ്ങനെ വരാൻ കാര്യം എന്ന് വെച്ചാൽ ആരും പഠിപ്പിച്ചു കൊടുക്കുന്നതോ ഇപ്പൊ ഓരോന്ന് പഠിപ്പിച്ചു കൊടുത്താൽ ശരി അത് ഓർമ്മയിൽ വെക്കാം എന്നുള്ള മൈൻഡ് ആയിട്ടില്ല അവൾക്ക്. അവള് കുട്ടിയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പക്ഷെ ഇവിടെ അമ്മ പറഞ്ഞ ഒരു കാര്യത്തോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. അതായത് പട്ടി എന്നുള്ള വാക്ക് നന്ദൂട്ടി ഇവിടെ ഉപയോഗിച്ചത് വലിയ സംഭവമാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ ഓക്കെ. പക്ഷെ പട്ടി എന്ന് പറയുന്ന വാക്ക് ചീത്തയല്ല എന്ന് അവർ വീണ്ടും വീണ്ടും പറയുന്നുണ്ട് അല്ലെ. എന്റെ മോൾ ഇനിയും വേണമെങ്കിൽ വിളിച്ചോട്ടെ എന്നൊരു ലൈന് അതത്ര നല്ലതല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അത് വളർന്നു വരുമ്പോൾ കുട്ടി ഒരു തെറ്റായ സന്ദേശം കൊടുക്കുമെന്നുള്ളതാണ്. മോളെ അങ്ങനെ വിളിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പിന്നെ ഈ കൊച്ചു കുട്ടികളെ ഇങ്ങനെ സോഷ്യൽ മീഡിയയുടെ നടുവിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നതിനെ കുറിച്ചും എനിക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല. ഈ ചെറിയ പ്രായത്തിൽ തന്നെ റീൽസ് ഒക്കെ ചെയ്ത് ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്ത് വളരുന്ന കുട്ടികളെ അത് ഭാവിയിൽ മോശമായി ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന് സൈക്കോളജിസ്റ്റുകൾ വരെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പൊ അവർക്കൊന്നും അറിയില്ല. പക്ഷെ ഭാവിയിലെല്ലാം മനസ്സിലായി വരുന്ന സമയത്ത് ചെറുപ്പം തൊട്ടേ താൻ ശീലിച്ചു വന്ന ചെറുപ്പം തൊട്ടേ തനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഫെയിമിനോ സെലിബ്രിറ്റി സ്റ്റാറ്റസിനോ എന്തെങ്കിലും കോട്ടം തട്ടിയാൽ അവർ പെട്ടെന്ന് ഡിപ്രഷനിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. എന്തായാലും നന്ദൂട്ടി ആണെങ്കിലും ദേവനന്ദയാണെങ്കിലും ഈ ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് ഇങ്ങനെ സൈബർ ബുള്ളിങ് നേരിടേണ്ടി വന്നത് ചെറുപ്പത്തിൽ തന്നെ അവർക്ക് കിട്ടിയ സോഷ്യൽ എക്സ്പോഷർ കൊണ്ടാണെന്നുള്ളത് ഉറപ്പാണല്ലോ. അതവർ സ്വയം തിരഞ്ഞെടുത്തതല്ല എന്ന് നമ്മൾ ഓർക്കണം. മാതാപിതാക്കളാണ് അവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്. സോ വളരെ സൂക്ഷിക്കണം എന്നുള്ളതാണ്. കുഞ്ഞു മനസ്സാണ്. ചിലപ്പോൾ അതിനൊക്കെ മുറിവേറ്റ് കഴിഞ്ഞാണെങ്കിൽ അത് കുറെ കാലം ആ മുറിവ് മായാതെ കെടുക്കുമെന്നുള്ളതാണ്. ഇത്രയൊക്കെ തന്നെ ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളൂ. ഈ കൊച്ചു കുഞ്ഞിനെ തെറി വിളിച്ച ലാലേട്ടൻ ഫാൻസ് അടക്കമുള്ള അന്തം വിട്ട ഫാൻസിനെ പ്രത്യേകം സ്മരിച്ചുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. എന്താണത് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പൊ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.